ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിന്ന് കുറച്ച് സന്തോഷത്തിലാണ് കേട്ടോ. കുറച്ച് ദിവസങ്ങളായിട്ട് അലർജി പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കുറച്ച് വയ്യാത്തൊരവസ്ഥയിലായിരുന്നു. ഇന്നിപ്പോൾ ദേ പതിവ് പോലെ ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാവിലെ ഞാൻ അടുക്കളയിലേക്ക് കയറി വെക്കുമ്പോൾ എൻ്റെ ലച്ചുമോൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അമ്മ ഞാൻ എന്തെങ്കിലും സഹായിക്കണമെന്ന്. സത്യം പറഞ്ഞാൽ എനിക്കത് വലിയ ഞെട്ടലായിരുന്നു. എൻ്റെ മോൾ 7ാം ക്ലാസ്സിലാണ് കേട്ടോ പഠിക്കുന്നത്. ഞാൻ അവളോട് പറഞ്ഞു, വേണ്ട, അമ്മയ്ക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, അമ്മ ചെയ്തോളാം, മോള് പഠിക്കാനുണ്ടെങ്കിൽ പഠിച്ചോളൂ, സ്കൂളിലേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞു. കുഴപ്പമില്ല അമ്മേ, ഞാൻ കുറച്ച് നേരം അമ്മേനെ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞു. എനിക്ക് ചെറിയൊരു സങ്കടമൊക്കെ വന്നു കേട്ടോ അവളതങ്ങനെ പറഞ്ഞപ്പോൾ. ഞാൻ അവളോട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്, അമ്മേനെ വന്നിട്ടൊന്ന് സഹായിച്ചൂടെ, ഒന്ന് അടിച്ചൊരിക്കൂടെ, ഒന്ന് തുടച്ചൂടെ, തുണികളൊക്കെ ഒന്ന് മടക്കി വെച്ചൂടെ, ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിക്കൂടെ എന്നൊക്കെ. അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ എങ്ങനെ ജീവിക്കുക, അങ്ങനെയൊക്കെ ഞാനിങ്ങനെ സെൻറ്റിമെൻറ്റ്സ് ആയിട്ടൊക്കെ ഒന്ന് പറയും. പക്ഷേ അവളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് വരില്ല. ഒന്നല്ലെങ്കിൽ ഗെയിം കളിക്കും, അല്ലെങ്കിൽ അതിൽ ചിത്രം വരയ്ക്കും, അല്ലെങ്കിൽ പഠിക്കും. അങ്ങനെയായിട്ട് പണികൾ ചെയ്യാനൊന്നും അവൾ വരില്ല. പിന്നെ ഞാനും അങ്ങനെ വലിയതായിട്ട് ഇങ്ങനെ നിർബന്ധിക്കുന്നില്ല, കാരണം നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. കുട്ടികൾ പഠിക്കുകയാണെങ്കിൽ അത്രയും സമയം ഇരുന്ന് പഠിച്ചോട്ടെ എന്ന് കരുതിയിട്ടൊന്നും പറയില്ല. പക്ഷേ ഇന്ന് അവൾ ഇങ്ങോട്ട് വന്ന് ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ടോ. അതാണ് ഞാൻ ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞത്. പിന്നെ കഴിഞ്ഞ ദിവസത്തെ എൻ്റെ അവസ്ഥ കണ്ടതുകൊണ്ടായിരിക്കാം. എന്തായാലും അവൾ അത്രയും ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് ചെറിയ ചെറിയ പണികളൊക്കെ ഞാൻ കൊടുത്തു. കാരണം ഈ വെളുത്തുള്ളി തൊലി കളയുക, സവാളയുടെ തൊലി കളയുക, അങ്ങനെയുള്ള ചെറിയ പണികളൊക്കെ ഞാൻ കൊടുത്തു കേട്ടോ. അവൾക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ചെയ്യിപ്പിച്ചത്. അപ്പോൾ അവൾ അതിരുന്ന് ചെയ്യുന്നുണ്ട്, ഞാനും അവളുടെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ എൻ്റെ പോരായ്മകളാണ്. കാരണം കത്തി കൊടുത്താൽ അവളുടെ കൈ മുറിയോ എന്നുള്ള പേടി, ഗ്യാസിൻ്റെ മേലെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് പൊള്ളലേൽക്കുമോ എന്നുള്ള പേടി. പക്ഷേ ഞാൻ വിചാരിക്കും, ഇതൊക്കെ നമ്മളും ചെയ്തിട്ട് തന്നെയല്ലേ വന്നത്. 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ചോറും കറിയൊക്കെ ഞാൻ ഉണ്ടാക്കിയിരുന്നു, സ്വയം ഞാൻ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ എൻ്റെ മോളെ കൊണ്ട് അതൊക്കെ ചെയ്യിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ തോന്നുന്നത്. പണ്ടുള്ള അമ്മമാരൊക്കെ പറയും, പെൺകുട്ടികൾ ആരാൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലാനുള്ളതാണ്, അതുകൊണ്ട് പണികളൊക്കെ പഠിക്കണം, അല്ലെങ്കിൽ അമ്മമാർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകളും പേരുദോഷമൊക്കെ ഉണ്ടാവുക. പെൺകുട്ടികൾ കല്യാണം കഴിക്കുക, മറ്റുള്ളവരുടെ വീട്ടിൽ പോവുക, അടുക്കളയിൽ കയറുക, പണികൾ ചെയ്യുക, അങ്ങനെ ഒരു സമ്പ്രദായമാണല്ലോ നമ്മളുടെ കാലഘട്ടം വരെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നത്തെ തലമുറ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ജീവിത രീതിയിൽ കൂടെ പോകണില്ല. പക്ഷെ എന്നാലും ഞാൻ അവളോട് പറയും, പണികൾ പഠിക്കണം എന്നുള്ളത്. കാരണം നാളെ അവൾ പഠിച്ച് വലുതായി ഒരു ജോലിയൊക്കെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവൾക്ക് തന്നെ ഉപകരിക്കാൻ വേണ്ടിയിട്ടാണ്. കല്യാണം കഴിക്കുക, അവിടെ പോയിട്ട് പണിയെടുക്കുക, അതൊക്കെ ഓരോരുത്തരുടെ അപ്പോഴത്തെ സാഹചര്യങ്ങൾ പോലെ ആവട്ടെ. അതിന് വേണ്ടിയിട്ട് പണി പഠിപ്പിക്കണമെന്നില്ല, ഞാൻ അവളെ കൊണ്ട് പണി ചെയ്യിപ്പിക്കാറുമില്ല. ഞാൻ അവളോട് പറയും എത്ര മാത്രമാണ്, നാളെ മോൾ പഠിച്ച് വലുതായി ഒരു ജോലിയൊക്കെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോളെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. അപ്പോൾ മോൾ തന്നെ സ്വയം ഇതൊക്കെ കുക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ പഠിക്കണം. അപ്പോൾ മോൾ എല്ലാ പണികളും പഠിക്കണം കേട്ടോ എന്നൊക്കെ, അങ്ങനെയൊക്കെയാണ് ഞാൻ അവളോട് പറഞ്ഞ് മനസ്സിലാക്കാറുള്ളത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. അതൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടാണ് മോൾ എണീറ്റ് വരിക. കാരണം ഞാൻ എണീക്കുന്ന സമയത്ത് അവളെ എണീപ്പിക്കാറില്ല. എക്സാമൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഞാൻ അവളെ നേരത്തെ എണീപ്പിക്കാറ്. അല്ലാത്ത സമയത്ത് കുറച്ച് നേരം കിടന്നോട്ടെ എന്ന് വിചാരിക്കുള്ളൂ. ഇനി എനിക്ക് ചോറും കറി അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് അവൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കുകയും ചെയ്യും, പിന്നെ കുറച്ച് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കഴിക്കാനും കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ മോര് കറി ഉണ്ടാക്കുന്നുണ്ട്, അത് ഉച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. എന്തായാലും ഉച്ച വരെ ചിലപ്പോൾ ചിക്കൻ കറി ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് ഉണ്ടെങ്കിൽ രാത്രിക്ക് മാറ്റി വയ്ക്കും, വൈകിട്ട് അവൾക്ക് സ്കൂളിൽ വന്നിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ മാറ്റി വയ്ക്കും. അപ്പോൾ അത്രയൊക്കെ പണികൾ എനിക്കിനി ബാലൻസായിട്ട് കിടക്കണുള്ളൂ. ഈ 90s ജനിച്ച എന്നെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തിലെ അമ്മമാരും ഇന്നത്തെ നമ്മളെപ്പോലെയുള്ള അമ്മമാരും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടല്ലേ. അന്ന് പണിയെടുക്കണം, പണി ചെയ്തോളണം. അന്നൊക്കെ അമ്മ പറയും, പറയുക എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അമ്മ കൽപ്പിക്കുക എന്ന് പറയാനേ പറ്റുള്ളൂ. അമ്മ പറയുന്ന വാക്കുകളാണ്, ആ മുറ്റം ഒന്ന് പോയി അടിച്ചു വാര്, അടുക്കളയിലൊന്ന് സഹായിക്ക് എന്നൊക്കെ. അന്ന് അതൊക്കെ ദേഷ്യം തോന്നിയിട്ടുണ്ട് എനിക്കതൊക്കെ കേൾക്കുമ്പോൾ. കളിക്കാൻ പോകുന്ന സമയത്ത് എന്നെക്കൊണ്ട് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യിക്കണേ എന്ന് ആലോചിച്ചിട്ട് ഞാൻ കരഞ്ഞിട്ട് പോലും ഉണ്ട്. കരഞ്ഞിട്ടാണ് ആ പണികളൊക്കെ ചെയ്യുകയും ചെയ്യുക. എന്നെക്കൊണ്ട് പണി ചെയ്യിപ്പിക്കാനാണോ അമ്മ എന്നെ പ്രസവിച്ചതെന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു ക്രമം ഉണ്ടെങ്കിൽ, എൻ്റെ കാര്യങ്ങൾ എനിക്ക് സ്വയം ചെയ്യാൻ മടിയില്ലെങ്കിൽ, അതിന് പിന്നിൽ അന്ന് പണിയെടുക്ക് എന്ന് ശാസിച്ച അമ്മയുടെ കടുപ്പമുള്ള വാക്കുകൾ തന്നെയാണ്. സമയം ഇപ്പോൾ ഒരു 7:45 ആയി തുടങ്ങിയിരിക്കണം കേട്ടോ. അപ്പം ഞാൻ ലച്ചിനോട് പറഞ്ഞു, ബാക്കി അമ്മ ചെയ്തോളാമെന്ന്. അപ്പോൾ ആ കുമ്പളങ്ങ കൂടി അങ്ങ് കട്ട് ചെയ്തിട്ട് മോളുടെ കാര്യങ്ങൾ പോയി ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ലച്ചുവിന് ഇപ്പോൾ കുറച്ച് മടിയായി തുടങ്ങിയിരിക്കണം കേട്ടോ. കാരണം വന്ന സമയത്ത് ആ ഇൻട്രസ്റ്റ് ഇപ്പോൾ എന്തായാലും കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അതും കൂടെ അങ്ങ് കട്ട് ചെയ്തിട്ട് മോള് പൊക്കോന്ന് പറഞ്ഞു. അപ്പോൾ ഇനി അവൾക്ക് കുളിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, സ്കൂളിൽ പോകാൻ റെഡി ആവണം, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അവൾ നിൽക്കട്ടെ. ഞാനും എൻ്റെ പണികളൊക്കെ വേഗം അങ്ങ് ചെയ്ത് തീർക്കട്ടെ കേട്ടോ. അവൾക്ക് ഈ കറി കൊണ്ടുപോകാനുള്ളതാണ്. ഒരു 8:45 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 9 മണിയുടെ ഉള്ളിൽ അവളുടെ സ്കൂൾ ബസ് വരും.
അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ പണികളൊക്കെ ഒന്ന് വേഗം ചെയ്ത് തീർക്കട്ടെ. 8:45 ആകുമ്പോഴത്തേക്കും ഞാനും ലച്ചും കൂട്ടിയത് ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. ലച്ചുവിനെ സ്കൂൾ ബസ്സിൽ കയറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മിക്ക ദിവസം വരാറുണ്ട് കേട്ടോ. അവൾ സ്കൂൾ ബസ്സിൽ കയറി പോകുന്നത് കാണുമ്പോൾ ഒരു മനസ്സമാധാനമാണ്. അങ്ങനെ മോളെ സ്കൂൾ ബസ്സിൽ കയറ്റി കൊടുത്തിട്ട് ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. മോളെ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട് ഭയങ്കര സൈലൻ്റാണ്. ഈ സമയമാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. മറ്റാർക്കും വേണ്ടിയല്ലാതെ എനിക്ക് വേണ്ടി മാത്രം മാറ്റി വയ്ക്കാൻ കിട്ടുന്ന കുറച്ച് മണിക്കൂറുകൾ. ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം വീട്ടുജോലികൾക്കും കുടുംബ ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ പഠനത്തിനായിട്ട് സമയം കണ്ടെത്തുക ഒരു വലിയ വെല്ലുവിളിയാണ് അല്ലേ. ഇത് എൻ്റെ ലൈഫിലെ സെക്കൻഡ് ഇന്നിങ്സാണ്. മുമ്പ് കുറേ പരീക്ഷകൾ എഴുതിയിട്ടുണ്ട്. വീട്ടമ്മയായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരല്ലോ, നമ്മളെക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കേണ്ടി വരും. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് എൻ്റെ PSC പഠനം പാതി വഴിയിൽ അങ്ങ് സ്റ്റോപ്പായി. പലപ്പോഴും പുസ്തകം കയ്യിലെടുത്ത് പഠിക്കാനൊക്കെ ഇരിക്കാറുണ്ട്, പക്ഷെ ഒരു തുടർച്ച കിട്ടാറില്ല. മനസ്സ് മടുത്ത് പുസ്തകം അടച്ചു വെച്ച ദിവസങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. ഇനി അങ്ങനെ പറ്റില്ല. കിട്ടുന്ന സമയം കുറവാണെങ്കിലും അത് ക്വാളിറ്റി ആയിട്ട് ഉപയോഗിച്ച് വീണ്ടും പഠിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ റിവിഷൻ ഡേ 1 ആണ് കേട്ടോ. വീട്ടുജോലിയും കുട്ടിയുടെ കാര്യവും ഒക്കെ കഴിഞ്ഞ് പഠിക്കാനിരിക്കുമ്പോൾ നല്ല ക്ഷീണം ഉണ്ടാവും. പക്ഷേ ഒരു ജോലി എന്നത് എൻ്റെ മാത്രം സ്വപ്നമല്ല, ഇപ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെയും ആവശ്യമാണ്. പലരും ചോദിക്കാറുണ്ട് എപ്പോഴാണ് പഠിക്കാൻ സമയം കിട്ടാറെന്ന്. സത്യം പറഞ്ഞാൽ നമുക്ക് സമയം ആരും തരില്ല. നമ്മൾ ഉണ്ടാക്കിയെടുക്കല്ലേ വേണ്ടത്. പലപ്പോഴും അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ തുണി മടക്കി വയ്ക്കുമ്പോഴൊക്കെ ഫോണിൽ യൂട്യൂബിൽ ഓരോ ക്ലാസ്സുകളൊക്കെ കാണും. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ പഠിക്കാറ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.